ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സർവേശ്വരൻ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു, യേശുക്രിസ്തു വന്ന് അർക്കപ്പെട്ട കുഞ്ഞാടിനെ കണക്ക് ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുകയും ആ 7 മുദ്രകൾ ഇട്ടിരിക്കുന്ന പുസ്തകം, അകവും പുറവും എഴുത്തുള്ള പുസ്തകം യേശു കയ്യിൽ വാങ്ങുന്നതുമായിട്ട് നമ്മൾ കണ്ടു. 5-ാം അധ്യായം 7 വരെയുള്ള വാക്യങ്ങളായിരുന്നു നമ്മൾ നോക്കിയത്. ഇനി 8-ാമത്തെ വാക്യത്തിലേക്ക്. യേശുക്രിസ്തു ആ ഒരു പുസ്തകം വാങ്ങിയപ്പോൾ, ദൈവത്തിന്റെ വലങ്കയിൽ നിന്ന് ആ ഒരു പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുൻപാകെ വീണു. ദൈവത്തിന്റെ വലങ്കയിൽ നിന്ന് പുസ്തകം എടുത്ത ആ നിമിഷത്തിൽ തന്നെ സ്വർഗം മുഴുവൻ ഒരു വിശാലമായ ആരാധനയിലേക്ക് പൊട്ടിത്തെറിക്കുകയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അമൂല്യമായിട്ടുള്ള ഒരു നിമിഷത്തിലേക്ക് അത് മാറുകയാണ്. അപ്പൊ സകല ലോക ചരിത്രത്തിന്റെ നിയന്ത്രണം യേശുക്രിസ്തുവിന്റെ കൈകളിലേക്ക് ആകുകയാണ്. 4 ജീവികളെയും 24 മൂപ്പന്മാരും യേശുക്രിസ്തുവിന്റെ മുമ്പാകെ വീഴുന്നു. 4 ജീവികൾ, സിംഹം, കാള, മനുഷ്യൻ, കഴുകൻ, വിജയത്തിന്റെ കിരീടം ധരിച്ചവർ. നമ്മൾ മനസ്സിലാക്കുന്നത് പഴയ നിയമ കാലഘട്ടത്തിലെ പ്രതിനിധീകരിക്കുന്നവരും പുതിയ നിയമ കാലഘട്ടത്തിന്റെ വിശുദ്ധരെ പ്രതിനിധീകരിക്കുന്നവരുമായവർ യേശുവിന്റെ സന്നിധിയിൽ, യേശുവിന്റെ മുമ്പിലേക്ക് സാഷ്ടാംഗം വീഴുകയാണ്. ഓരോരുത്തൻ വീണയും, ആ വീണയുടെ അർത്ഥം അവിടെ വരുന്നത് സ്തുതിയും സംഗീതാരാധനയും സന്തോഷവും ആരാധനയുടെ സ്വർഗത്തിൽ യേശുവിന് വേണ്ടിയിട്ട് ആരാധനാമേളം ആരംഭിക്കുകയാണ്. രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്, അല്ലെ? അപ്പൊ അതുപോലെ ക്രിസ്തുവിനെ നമ്മുടെ കൈകളിലേക്ക് കിട്ടിയിരിക്കുകയാണ്. സകലത് വീണ്ടെടുത്ത് വിജയാളിയായി നിൽക്കുന്ന യേശു ക്രിസ്തുവിനുള്ള ആരാധനയുടെ സംഗീതം അവിടെ ആരംഭിക്കുന്നു. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശം. ഈ പൊൻകലശം ദൈവത്തിന് വിലപ്പെട്ട പാത്രം. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ധൂപവർഗം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ബൈബിളിൽ ധൂപം എന്നുള്ളത് പ്രാർത്ഥനയുടെ പ്രതീകമായിട്ടാണ് കാണിക്കുന്നത്. അവിടെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന, ദൈവജനം ഉള്ളവരുടെ പ്രാർത്ഥനകൾ, ഇപ്പൊ എന്റെ ആയിക്കോട്ടെ നിങ്ങളുടെ പ്രാർത്ഥനകൾ എല്ലാം അതിനകത്ത് പെടും. നമ്മൾ കരഞ്ഞതും പ്രാർത്ഥിച്ചതും രാത്രി ഉണർന്നിരുന്നതും ദൈവത്തോട് പരിഭവങ്ങൾ പറഞ്ഞതും നമ്മുടെ വേദനകളും ഹൃദയത്തിന്റെ നടുങ്ങലുകളും ദൈവത്തിന്റെ ദൈവിക ഇടപെടലുകൾ നേടിയ ആ ഒരു പ്രാർത്ഥനകളും ദൈവത്തോട് നമ്മൾ കൊഞ്ചിപ്പറഞ്ഞതും കെഞ്ചിപ്പറഞ്ഞതും എല്ലാം അവിടെ ഉണ്ടാകും. ഇവയെല്ലാം ദൈവത്തിന്റെ മുമ്പിൽ പൊൻകലശത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പ്രാർത്ഥനകൾ ധൂപം പോലെ ദൈവസിംഹാസനത്തിന്റെ മുമ്പിൽ ഉയരുന്നു. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ മടിക്കരുത്, ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് യേശു പറഞ്ഞത്. കാരണം കണക്ഷൻ വിട്ടുപോകരുത്. ഇടവിടാതാകുമ്പോൾ അവിടെ കണക്ഷൻ വിട്ടുപോകില്ല. ഇപ്പൊ ഉണങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്ത് നമ്മൾ വെള്ളം തോർന്നു പോകാതെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തോണ്ടിരുന്ന എപ്പോഴും അവിടെ നനവിൽ നിൽക്കും. എന്നതുപോലെയാണ് ഇടവിടാതുള്ള പ്രാർത്ഥന. ദൈവത്തിൽ നിന്നുള്ള ബന്ധം അകന്നു പോകാതിരിക്കാൻ പറ്റും മനുഷ്യന്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം തന്നെ അതൊരു ജൽപ്പനങ്ങളല്ല. നമ്മുടെ വായിലൂടെ ഒരു സ്തുതി വന്നാൽ അതൊരു പ്രാർത്ഥനയാണ്, ഒരു സ്തോത്രം വന്നാൽ അതൊരു പ്രാർത്ഥനയാണ്. നമുക്ക് വ്യക്തമായിട്ട് പ്രാർത്ഥിക്കാൻ അറിയില്ല, പ്രാസം ഒന്നും വേണ്ട. ദൈവത്തോടുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം നുറുങ്ങി ഹൃദയം ദൈവത്തിലേക്ക് കൊടുത്തുകൊണ്ടുള്ള ഒരു വാക്കുമതി, അത് പ്രാർത്ഥനയാണ്. ചിലപ്പോ ആ ഒരു വാക്കിനെ നമ്മൾ മണിക്കൂർ കണക്കിന് നമ്മൾ ആ വാക്കും കൊണ്ടിരിക്കുന്ന അവസ്ഥകളിലേക്ക് പോകും. അങ്ങനത്തെ അവസ്ഥകളിലേക്കൊക്കെ പോകാനുള്ള ഒരു കൃപ ദൈവം എനിക്കും തരട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് ദൈവമക്കൾക്ക്, ലോക ജനങ്ങൾക്ക് ആ ഒരു കൃപയിലേക്ക് അവർ വരട്ടെ. പ്രാർത്ഥനകൾ ധൂപം പോലെ ദൈവസന്നിധിയിൽ ഉയരുകയാണ്. കുഞ്ഞാടിന്റെ മുൻപിൽ വീഴുന്നതിന് അല്ലെ സാഷ്ടാംഗം പ്രണമിക്കുന്നതിന് വലിയ അർത്ഥമുണ്ട്. യേശു ആരാധനയ്ക്ക് അർഹനായിട്ടുള്ള ദൈവമാണ്. സ്വർഗം ആരാധിക്കുന്നത് അവനെ ദൈവമെന്ന് അംഗീകരിച്ചു തന്നെയാണ്. ഇന്ന് യേശുവിനെ ദൈവമാണെന്ന് അംഗീകരിക്കാത്ത ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റിപ്പോകരുത്. ക്രിസ്തുവിനെ അംഗീകരിക്കുക, ദൈവമെന്ന് അംഗീകരിക്കുക, മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റവനെന്ന് അംഗീകരിക്കുക, പാപങ്ങൾക്ക് വേണ്ടിയിട്ട് എന്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടിയിട്ട് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റെന്ന് അംഗീകരിക്കുക, ദൈവമെന്ന് അംഗീകരിക്കുക. കാരണം യേശു ആരാധനയ്ക്ക് യോഗ്യനായിട്ടുള്ള ദൈവമാണ്. യേശുവിനെ തള്ളിപ്പറഞ്ഞു നിൽക്കുന്നവർക്കൊന്നും രക്ഷയില്ല. അത് ഏത് ജാതിയോ ഏത് മതമോ ആയിക്കോട്ടെ, ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. പക്ഷെ സർവശക്തനായിട്ടുള്ള ദൈവത്തെ തിരിച്ചറിയൂ. ദൈവം നമുക്ക് വെച്ചേക്കുന്ന കൽപ്പനകളെ തിരിച്ചറിയൂ. യേശുവിനെ രക്ഷിതാവായിട്ട് അംഗീകരിക്കുക. ബാക്കിയൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ബാക്കി നമ്മിലുള്ള കുറവുകൾ, പോരായ്മകൾ ദൈവം അവിടെ നിരപ്പാക്കും. നമ്മളെ നേരായ വഴിയിലേക്ക്, നമ്മുടെ
മുള്ളുപോലെ കൂർത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടെങ്കിൽ അതിനെ ചെത്തിക്കളഞ്ഞ് യേശു അവിടെ നമ്മളെ വെടുപ്പാക്കിയെടുക്കും. അതൊരു നിർബന്ധമല്ല. യേശു ദൈവം ഒരിക്കലും അത് നിർബന്ധം പറയുന്നില്ല. നിങ്ങൾക്കായുള്ള രക്ഷ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് ഏറ്റെടുക്കാതെയും ഇരിക്കാം. പക്ഷെ ഏറ്റെടുക്കാതെ പോയി കഴിഞ്ഞാൽ നിത്യ നരകത്തിലേക്കാണ് വീഴുന്നത്. ചൂടും പല്ലുകടിയും കരച്ചിലുമുള്ള നിത്യ നരകത്തിലേക്ക്, നിത്യ തീയിലേക്കാണ് വീഴുന്നത്. രണ്ടാം മരണത്തിൽ അകപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണുള്ളത്. എന്നാൽ യേശുവിനെ സ്വീകരിച്ചാൽ ഇന്ന് നമ്മൾ എന്ത് കുറവുണ്ടെങ്കിലും ക്രിസ്തു അതിനെയൊക്കെ കഴുകി ശുദ്ധീകരിച്ച് നമുക്ക് മാനസാന്തരം തന്ന് നമ്മളെ വെടുപ്പാക്കിയെടുക്കും. സഭ എന്ന് പറയുന്നത് ചുളുക്കവും വാട്ടവും ഉള്ളത് തന്നെയാണ്. ആ സഭയെ തന്നെയാണ് ദൈവം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനെ ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആരെയും കുറ്റം വിധിക്കാനല്ല, മാനസാന്തരപ്പെടാനുള്ളത് നമ്മൾ മാനസാന്തരപ്പെടുക. കാരണം യേശു നമ്മളെ അത്രയും സ്നേഹിക്കുന്നു. രക്ഷയിലേക്ക് വരാത്ത വ്യക്തികൾ കേൾക്കുന്നുണ്ടെങ്കിൽ രക്ഷയിലേക്ക് ഇപ്പോൾ തന്നെ കടന്നു വരിക. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. അതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന മുന്നോട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഞാൻ റെഡിയാണ്. ഇനി ഈ ഒരു മെസ്സേജ് കണ്ടിട്ട് നിങ്ങൾക്ക് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള എവിടെയാണോ സഭ ആരാധന നടക്കുന്നത്, ഏത് ഡിനോമിനേഷനും ആയിക്കോട്ടെ, അതൊന്നും ഒരു പ്രശ്നമല്ല. എവിടെയാണോ ആത്മാവിലെ സത്യത്തിലും ആരാധന നടക്കുന്നത് അവിടേക്ക് കടന്നു ചെന്നിട്ട് അവരുടെ മുമ്പിൽ ആ ഒരു സഭാ മധ്യത്തിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. സ്തോത്രം. കുഞ്ഞാടിന്റെ മുറിവുകളെല്ലാമാണ് ആരാധനയ്ക്ക് കാരണം. എത്രയോ വലിയ കാര്യമാണ് യേശു നമുക്ക് ചെയ്തിരിക്കുന്നത്. 5:9 പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ടാണ് യോഗ്യനായത് കേട്ടോ. ഈ പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും നീയാണ് യോഗ്യൻ. ഇത് സ്വർഗത്തിൽ ആത്യന്തികമായിട്ടുള്ള പ്രഖ്യാപനമാണ്. 4 ജീവികളും 24 മൂപ്പന്മാരും യേശുവിനോട് പറയുകയാണ്, യേശുവിനോട് പാടുകയാണ്. ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ എടുത്തു പറഞ്ഞോട്ടെ. പ്രതിനിധീകരിക്കുന്നവർ മുമ്പിൽ നിൽക്കുമ്പോൾ അതിനകത്തുണ്ട് ബാക്കിയുള്ളവരെല്ലാം. പഴയ നിയമകാലഘട്ടത്തിലെ വിശുദ്ധരും പുതിയ നിയമകാലഘട്ടത്തിൽ എടുക്കപ്പെട്ട വിശുദ്ധരും. എനിക്ക് മനസ്സിലാകുന്നത് അങ്ങനെ തന്നെയാണ്. നിങ്ങളും ഇതിനെ വെച്ചിട്ട്, ഈ കേട്ടതിനെ വെച്ചിട്ട് നിങ്ങളും ആ വചനങ്ങൾ എടുത്ത് ധ്യാനിക്കൂ. ദൈവം എങ്ങനെയാണ് എന്നുള്ളത് വെളിപ്പെടുത്തി തരട്ടെ. അവിടെ പറയുന്നു, നീയാണ് യോഗ്യൻ. യോഗ്യനാകാനുള്ള കാരണങ്ങൾ: നിന്നിൽ പാപമില്ല, നീ ദൈവപുത്രനാണ്, യേശു എല്ലാറ്റിലും മുകളിലുള്ള രാജാവാണ്, ക്രൂശിൽ ജയം നേടിയവനാണ്, മുദ്രകൾ പൊട്ടിക്കാനുള്ള ന്യായവും അധികാരവും യേശുവിന് മാത്രമാണുള്ളത്. നിന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി. ഇതാണ് ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിന്റെ സത്യവും മഹിമയും. വിലയ്ക്ക് വാങ്ങി, നമ്മളെ വിലയ്ക്ക് വാങ്ങിയേക്കാണ്. ഞങ്ങൾ പാപത്തിന്റെ അടിമത്തത്തിലായിരുന്നു. യേശു തന്റെ രക്തം കൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങി, സ്വതന്ത്രരാക്കി. എന്റെ ദൈവമേ, ഈ ഒരു സത്യം അറിയാതെ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോകുന്ന വ്യക്തികളെ, യേശുവിനെ സ്വീകരിക്കാതെ പോകുന്ന വ്യക്തികളെ, അയ്യോ കഷ്ടമാണ്, സങ്കടം വരുന്നത്. യേശുവിന്റെ ആ വില കൊടുത്തു വാങ്ങിയ, രക്തം കൊടുത്തു വാങ്ങിയ ആ രക്ഷയെ ഗണ്യമാക്കാതെ പോകരുത്. ആ രക്ഷയിലേക്ക് ഓടിക്കയറിക്കൊള്ളുക. കാരണം ദൈവമക്കളുടെ വില എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള നമ്മുടെ പുകഴ്ചകളോ, നമ്മുടെ അറിവുകളോ, നമ്മുടെ ജ്ഞാനമോ, നമ്മുടെ കഴിവുകളോ, നമ്മൾ ഇവിടെ നിൽക്കുന്ന നിലവാരമോ ഇതൊന്നുമല്ല. നമ്മുടെ വിലയെന്ന് പറയുന്നത് യേശുവിന്റെ രക്തത്തിന്റെ വിലയാണ് നമ്മുടെ വില. അത് ഇവിടെ നമ്മൾ കിടന്ന് കുറെ അഹങ്കരിച്ചത് കൊണ്ടൊന്നും ആ വില പുറത്തേക്ക് വരില്ല. അതിനെ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എളിമ വരുന്നു, താഴ്മ വരുന്നു, ദയ വരുന്നു. ഒരർത്ഥത്തിൽ നോക്കി ഒരു നിമിഷം പിന്നെ ഈ ലോകത്തിൽ നിൽക്കാൻ പറ്റില്ല. അവസ്ഥകൾ അങ്ങനെയാണ് ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു നിമിഷം പിന്നെ ഈ ലോകത്തിൽ തിരിഞ്ഞു നിൽക്കാൻ പറ്റണില്ല. പിന്നെ ഒരുപാട് പേര് ആലോചിച്ചുകൊണ്ട് ഒരുപാട് പേരിലേക്ക് രക്ഷയുടെ അനുഭവത്തെ കൊടുക്കണം, ക്രിസ്തുവിനെ കൊടുക്കണം എന്നുള്ള ചിന്തയാൽ ഇപ്പോഴാണ് പൗലോസ് പറഞ്ഞ ആ വാക്കുകളെ എന്തുമാത്രം അർത്ഥവത്തായിരുന്നു എന്നുള്ളത് മനസ്സിലായി വരുന്നത്. ആമേൻ, സ്തോത്രം. യേശുവിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ, ഒരു മഹത്തായ വീണ്ടെടുപ്പിന്റെ വ്യാപ്തിയാണ് അവിടെ കാണുന്നത്. യേശു വീണ്ടെടുത്തവർ ക്രിസ്ത്യാനികളെയാണോ? അല്ല.
ഒരു മതത്തെയോ ഒരു ദേശത്തെയോ ഒരു ഭാഷയെയോ ഒരു വർഗത്തെയോ മാത്രമല്ല യേശു വീണ്ടെടുത്തത്. ഭൂമിയുടെ എല്ലാ ഗോത്രങ്ങളും എല്ലാ ഭാഷകളിലെയും എല്ലാ ജനങ്ങളിലെയും എല്ലാ വംശങ്ങളിലെയും ഉള്ള ജനങ്ങളെയാണ് യേശു വീണ്ടെടുത്തത്. വീണ്ടെടുത്തത് എന്ന് പറയുമ്പോൾ സകല മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് തന്റെ രക്തം ചൊരിഞ്ഞത്. അവിടെ ആ രക്ഷയാണ് കൈപ്പറ്റേണ്ടുന്നത്. എല്ലാവർക്കും ഒരേ കൃപ ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ അത് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ചിന്താശേഷി നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രക്ഷയെ നമ്മൾ ഈ കാര്യങ്ങളെ മനസ്സിലാക്കി നമ്മൾ ആ രക്ഷയെ ഏറ്റെടുക്കാതെ പോയാൽ തെറ്റുകാര് നമ്മൾ തന്നെയാണ്. അപ്പൊ ദൈവം എല്ലാ വ്യക്തികൾക്ക് കൃപ തന്നിട്ടുണ്ട്. എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും എവിടേക്കാണോ ജനങ്ങളുള്ളത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിലയ്ക്ക് വാങ്ങിയേക്കുന്നത്. വീണ്ടെടുപ്പിന്റെ ലക്ഷ്യം എന്താണ്? നമ്മെ ദൈവത്തിനായി സ്വന്തമാക്കുക. പിശാച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ, ഇന്ന് നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ പിശാചിന്റെ അടിമത്തത്തിൽ കിടക്കുകയാണ്. ആ അടിമത്തത്തിൽ നിന്നും നിങ്ങളെ യേശു വില കൊടുത്ത് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ വാങ്ങിയ തിരിച്ചറിവ് നിങ്ങൾ ഉണ്ടായി ക്രിസ്തുവിന്റെ അരികിലേക്ക് വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ രക്ഷ കിട്ടുകയുള്ളൂ. അങ്ങനെ രക്ഷയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ പാപത്തിന്റെ സാത്താന്റെ അടിമയല്ല, യേശുവിന്റെ ഭരണത്തിന്റെയും സ്നേഹത്തിന്റെയും കീഴിലുള്ളവരായിട്ട് നിങ്ങൾ മാറും. അങ്ങനെ മാറിയവരാണ് വീണ്ടെടുക്കപ്പെടുന്നത്. ആ വീണ്ടെടുക്കപ്പെടുന്നവരാണ് യേശുവിന്റെ മുമ്പിൽ അവിടെ നിൽക്കുന്നത്. നീ ലോകത്തിന് വേണ്ടിയുള്ളവരല്ല, നീ ദൈവത്തിനായി വാങ്ങപ്പെട്ടവരാണ്, വാങ്ങേണ്ടുന്നവരാണ്. ഈ സമയം തന്നെ മാറിക്കൊള്ളൂ. ഇപ്പോഴാണ് സുപ്രധാന കാലം. ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി 5:10 ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ടും അവർ പാടുന്നു. ഞങ്ങളുടെ ദൈവത്തിന് അവരെ ആരാണ്? സർവഗോത്രത്തിൽ നിന്നും സർവഭാഷകളിൽ നിന്നും സർവജാതികളിൽ നിന്നും സർവവംശങ്ങളിൽ നിന്നും യേശുവിന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിക്കൊണ്ട സന്ദർഭങ്ങൾ അവരെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അവരെ യേശു ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി കൊണ്ടുവന്ന് കൊടുത്തേക്കാണ്. അനുസരണമുള്ള മകനായിട്ട് യേശു അത് ചെയ്തു. അപ്പൊ ദൈവത്തിനായി അവരെ നേടി. അവരെ എന്ത് ചെയ്തു? രാജ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്വത്തിന്റെ സ്ഥാനം. യേശു നമ്മെ ദൈവത്തിന്റെ രാജ്യത്തിന്റെ പൗരന്മാരാക്കി മാറ്റി. ഇത് വെറും ആത്മീയ പദവിയല്ല, രാജകീയ അവകാശങ്ങൾ നൽകുന്ന സ്ഥാനമാണത്. നമ്മളെ രാജാക്കന്മാരാക്കിയത് എന്തുകൊണ്ട്? പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ചു. സാത്താന്റെ നിയമത്തിൽ നിന്ന് നമ്മളെ പുറത്തെടുത്ത് യേശുവിന്റെ രാജ്യത്വത്തിൽ നഷ്ടമായിരുന്ന മഹത്വം പുനഃസ്ഥാപിച്ചെടുത്തു. നമ്മളെ നഷ്ടമായിരുന്ന മഹത്വം, അവിടെ നഷ്ടപ്പെടുത്തി കളഞ്ഞ മഹത്വം യേശു അവിടെ പൂർത്തീകരിച്ചെടുത്തു, പുനഃസ്ഥാപിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തിന്റെ രാജ്യത്തിലെ പൗരന്മാരാക്കി ദൈവം മാറ്റി. നമ്മളൊരു സാധാരണ വ്യക്തി അല്ല. നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. നമ്മളും ദൈവരാജ്യത്തിന്റെ രാജകുടുംബത്തിൽപ്പെട്ട വ്യക്തികളാണ്. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റണം. ആ ഒരു പ്രതിഫലനം നമ്മളിവിടെ കാണിക്കണം. ആ ഒരു കുടുംബ മഹിമ നമ്മളിവിടെ ഈ ലോകത്തിലും കാണിച്ച് ജീവിച്ച് മുന്നോട്ട് പോകണം. രാജ്യവും അടുത്ത പുരോഹിതന്മാരും ആക്കി വെച്ചു. പുരോഹിതന്മാരുടെ പ്രവൃത്തി എന്താണ്? ദൈവത്തോട് അടുത്തിരിക്കൽ, പ്രാർത്ഥന, ആരാധന, ജനത്തിന് വേണ്ടിയിട്ട് ഇടപെടുക, ദൈവത്തിന്റെ സാന്നിധ്യം വഹിക്കുക. യേശുവിന്റെ രക്തം നമ്മെ ദൈവ സാന്നിധ്യത്തിലേക്കുള്ള സ്വതന്ത്ര പ്രവേശനം നൽകിയിരിക്കുകയാണ്. ആരാധനയ്ക്കുള്ള ആൾക്കാരാക്കി മാറ്റിയിരിക്കുകയാണ്. ഇടപെടുന്ന പ്രാർത്ഥകരാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതൊരു അത്യന്തം ഉയർന്ന സ്ഥാനമാണ്. അവർ ഭൂമിയിൽ വാഴുന്നു. ഇപ്പോൾ യേശുവിലൂടെ നാം ജയമുള്ള ജീവിതം നയിക്കുന്നു. പാപത്തിലും ഭയത്തിലും അടിമകളല്ല. ഭാവിയിൽ വെളിപ്പാട് 20:22 ക്രിസ്തുവിനോടൊപ്പം നമ്മൾ നിത്യരാജ്യത്തിൽ വാഴും. പുതിയ സ്വർഗവും പുതിയ ഭൂമിയും വരുമ്പോൾ ദൈവജനത്തിനൊപ്പം ഭരണത്തിൽ പങ്കെടുക്കും. യേശു വെറും ഒരു രക്ഷ മാത്രമല്ല നൽകിയത്, വാഴ്ചയും സ്ഥാനവും ബഹുമതിയും നൽകുന്നുണ്ട്. അതറിഞ്ഞു വേണം ഇപ്പോൾ ഈ ലോകത്തിൽ ദൈവമക്കളായിട്ടുള്ള വ്യക്തികൾ ജീവിച്ച് മുന്നോട്ട് പോകാൻ. പുതിയ പാട്ട് അവർ പാടുന്നു. പുതിയ പാട്ട് എന്താണ്? വീണ്ടെടുപ്പിന്റെ ഗാനം. പുതിയത് മോചനത്തിന്റെ പാട്ട്, രക്തത്തിന്റെ പാട്ട്, കുഞ്ഞാടിന്റെ ജയത്തിന്റെ പാട്ട്, ദൈവരാജ്യത്തിന്റെ പാട്ട്. നാശവും പേടിയും അടിമത്തം എന്നിവയിൽ നിന്നും ഉയർന്നു നിന്നുകൊണ്ട് ജയത്തിൻ്റെതായിട്ടുള്ള പാട്ട് പാടുന്ന ആ ഒരു വിജയത്തിന്റെ പാട്ട്. ഈ ഒരു പാട്ടിനെ കുറിച്ച് പഴയ ന്യായപ്രമാണത്തിൽ കേട്ടിട്ടില്ല. ഇത് കുഞ്ഞാടിന്റെ രക്തം വീണ്ടെടുത്തു എന്ന് എടുക്കപ്പെട്ടവരുടെ പാട്ടാണ്. അറുക്കപ്പെട്ട കുഞ്ഞാടിനെ വാഴ്ത്തുവാനുള്ള ആ നാമം പാടി പുകഴ്ത്തുവാനുള്ള ഭാഗ്യം സിദ്ധിച്ച വ്യക്തികളാണ് നമ്മൾ. അടുത്ത വാക്യം 5:11.
പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 10,000 1000 യോഹന്നാൻ ഇപ്പോഴും ദർശനത്തിൽ തന്നെയാണ്, ആത്മീയ ദർശനത്തിലാണ്. അധ്യായത്തിന്റെ ആരംഭം മുതൽ അവൻ കണ്ടത് സിംഹാസനവും 4 ജീവികൾ, 24 മൂപ്പന്മാർ, കുഞ്ഞാട്, യേശു, ആരാധിക്കുന്ന ജനങ്ങൾ. ഇപ്പോൾ യോഹന്നാൻ കാണുന്നത് ഇതിലും വലുതായിട്ടാണ്. ഇതിലധികം, വളരെയധികം കാര്യങ്ങളാണ് യോഹന്നാൻ കാണുന്നത്. സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഈ 3 കേന്ദ്ര ബിന്ദുക്കള്. സിംഹാസനമുണ്ട്, ദൈവത്തിന്റെ സിംഹാസനം. ജീവികൾ ആരാധനയുടെ മുഖ്യ ലീഡർമാര്. 24 മൂപ്പന്മാര്, വീണ്ടെടുപ്പ് പ്രഖ്യാപിച്ച ദൈവജനത്തിന്റെ പ്രതിനിധികൾ. ഇവരെല്ലാം ചേർന്നുള്ള ഒരു വലിയ ആരാധനാ മധ്യ കേന്ദ്രം. യോഹന്നാൻ ഇനി മറ്റൊരു കൂട്ടത്തെ കൂടി കാണുന്നു. ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേൾക്കുന്നു. ഇവിടെ പുതിയൊരു സൈന്യം രംഗപ്രവേശനം ചെയ്യുകയാണ്. ഏറിയ ദൂതന്മാർ, മനുഷ്യന് എണ്ണിക്കാണാനാവാത്തത്ര. യോഹന്നാൻ കാണുന്നത് മാത്രമല്ല, അവരുടെ ശബ്ദവും കേൾക്കുന്നു. ആ കേൾക്കുന്ന ശബ്ദം ഏകകണ്ഠമായി ആരാധനയായി നിറഞ്ഞ സ്വർഗത്തിൽ മുഴുവനും കേൾക്കുന്ന തരത്തിൽ ഒരു രീതിയിലാണ് അത് കേൾക്കുന്നത്. അപ്പൊ സ്വർഗം ഒരു ചെറിയ രീതിയിലല്ല, സകല സ്വർഗം ഒരു മഹാ വിസ്തൃതിയിൽ നിറഞ്ഞ കവിയുന്ന ഒരു ആരാധനയുടെ ഒരു മേഖലയായി അതങ്ങ് മാറുകയാണ്. അപ്പൊ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 10,000 ആയിരുന്നു. അത് എണ്ണാൻ കഴിയാത്തത്ര. അതിന് യോഹന്നാന്റെ ഭാഷയിൽ അതങ്ങനെ പറയുകയാണ്, എണ്ണാൻ കഴിയാത്ത അത്രയായിരുന്നു. ദൂതന്മാർ അധികം ഉണ്ടായിരുന്നു. അവരും കുഞ്ഞാടിനെ ആരാധിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, യേശുവിന്റെ വിലയും മഹത്വവും അത്ര വലുതാണ്. സ്വർഗത്തിലെ ഓരോ ദൂതനും അവന്റെ രക്തത്തിലൂടെയുള്ള വിജയത്തെ അംഗീകരിക്കുന്നു. യേശുവിന്റെ ആരാധന സ്വർഗത്തിന്റെ പ്രതിധ്വനിയായി മുഴങ്ങുകയാണ്. അവിടെ നമ്മൾ ചിന്തിച്ച, എന്തിനാണ് ദൂതന്മാർ ഇത്രയും വലിയ സമ്മേളനം ചെയ്യുന്നത്? കാരണം കുഞ്ഞാട് പുസ്തകം ഏറ്റെടുത്തു, മുദ്രകൾ തുറക്കാൻ യോഗ്യനായി അംഗീകരിക്കപ്പെട്ടു, ക്രൂശിലെ വിജയം പ്രഖ്യാപിക്കപ്പെട്ടു, വീണ്ടെടുപ്പ് പൂർണ്ണമായി തിരിച്ചറിഞ്ഞു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ആകാശത്തിന്റെയും സകല സൃഷ്ടികളുടെയും ആരാധനാ കേന്ദ്രം അറുക്കപ്പെട്ട കുഞ്ഞാട് യേശുവായി മാറിയിരിക്കുന്നു. 5:12 അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. അവർ അത്യുച്ചത്തിലാണ് പറയുന്നത്. യോഹന്നാൻ കേൾക്കാണ് ദൂതന്മാരുടെ മഹാശബ്ദം. 100 കോടി ദൂതന്മാര്. 5:11 പറയുന്ന കണക്കുള്ള 10,000 കോടി ദൂതന്മാര് ഒരേ ശബ്ദത്തിൽ, ഒരേ പ്രഖ്യാപനം, ഒരേ ഹൃദയത്തോടുകൂടി പ്രഖ്യാപനം നടത്തുകയാണ്. അർക്കപ്പെട്ട കുഞ്ഞാട്. 7 ഗുണങ്ങൾ അവിടെ പറയുന്നുണ്ട്. 7 ഗുണങ്ങൾ പ്രഖ്യാപിച്ചാണ് അവർ അത്യുച്ചത്തിൽ വിളിച്ചു പറയുന്നത്. നാം അത് പറയുന്നു, ശക്തി, പവർ. യേശു മരണത്തെയും പാപത്തെയും സാത്താനെയും പൂർണ്ണമായി ജയിച്ചവൻ. അവൻ പൂർണ്ണ ശക്തിയുള്ള രാജാവ്. രണ്ടാമത്തെ ധനം. അത് പണത്തെ മാത്രമല്ല സൂചിപ്പിക്കുന്നത്, അവന്റെ ആത്മീയ സമ്പത്ത്, ദൈവരാജ്യത്തിന്റെ അവകാശങ്ങളും അനന്ത സമ്പത്തും. നമ്മുടെ ആത്മീയ സമ്പത്തിന്റെ ഉറവിടം യേശുവാണ്. മൂന്നാമത്തെ ജ്ഞാനം. ക്രൂശിന്റെ വഴി മനുഷ്യർക്ക് മണ്ടത്തരമായിരുന്നെങ്കിലും ദൈവത്തിന് അത് മഹാജ്ഞാനമാണ്. ഇന്ന് യേശുവിനെ തള്ളിക്കളയുന്ന വ്യക്തികളെ നിങ്ങൾ മണ്ടന്മാരാണെന്നാണ് ഇവിടെ ഈ പറയുന്നത്. കാരണം ഈ ക്രൂശിന്റെ വഴി എന്ന് പറയുന്നത് അത് അത്രയും മഹത്വപൂർണമാണ്. തിരിച്ചറിഞ്ഞുകൊള്ളുക. നമ്മളിൽ പുകഴ്ന്നുകൊണ്ട് ഇതിനെയെല്ലാം വിമർശിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നിട്ട് കഥയില്ല. ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊള്ളൂ. സകലത സംരക്ഷിക്കാൻ ശേഷിയുള്ളവനാണ്, സംരക്ഷിക്കാൻ ബലമുള്ളവനാണ്. ജീവിതയുദ്ധങ്ങളിൽ നമുക്കും ജയിക്കാൻ വേണ്ടിയിട്ട് കരുത്ത് തരുന്നതാണ് യേശുക്രിസ്തു. 5ാമത്തെ ബഹുമാനം. യേശുവിന് ലഭിക്കേണ്ട ഏറ്റവും ഉയർന്ന ബഹുമതി അത് സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും യേശുവിന്റെ നാമത്തിന് മുമ്പിൽ എല്ലാ മുട്ടുകളും 10 പറയുന്നു, എല്ലാ മുട്ടും മടങ്ങുന്ന സമയമാണത്. കാരണം അത്രയും ബഹുമാനം സ്വീകരിക്കാൻ യോഗ്യനാണ് യേശുക്രിസ്തു. 7ാമത്തെ സ്തോത്രം, ബ്ലെസ്സിംഗ്, പ്രൈസ്. അവനെ ആരാധിക്കുകയും സ്തുതിക്കുകയും ധന്യൻ എന്ന് വിളിക്കുകയും ചെയ്യുന്നത് സ്വർഗത്തിന്റെ സ്വാഭാവിക പാട്ടാണ്. അപ്പൊ ഇത്രയും ലഭിപ്പാൻ യോഗ്യൻ, ഈ സ്തോത്രം, ഈ കാര്യങ്ങൾ മൊത്തം ലഭിപ്പാൻ യോഗ്യൻ യേശു ആണെന്ന് പറയുന്നു. ഇതെല്ലാം എന്തുകൊണ്ടാണ് യേശു ലഭിക്കേണ്ടതെന്ന് വീണ്ടും പറയുകയാണ്. യേശു അറുക്കപ്പെട്ടു, രക്തം ചൊരിഞ്ഞു, മരണത്തെ ജയിച്ചു, മനുഷ്യരെ വീണ്ടെടുത്തു, ദൈവരാജ്യം കൈവശപ്പെടുത്തി. അതിനാലാണ് സ്വർഗവും സകലരും യേശു യോഗ്യനാണെന്ന് പറയുന്നത്.
5:13 സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലുള്ളതും സമുദ്രത്തിലും സമുദ്രത്തിലുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതും ഒക്കെ സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. സ്വർഗത്തിലും ഭൂമിയിലും യോനേപ്പോ അതില്ലാത്ത ആരാധന കേൾക്കുകയാണ്. ഇവിടെയും ഉണ്ട് 4 തലങ്ങൾ, സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലും. സ്വർഗത്തിൽ ആരാണ്? ദൂതന്മാരും മൂപ്പന്മാരും ജീവികൾ ആകാശ സൃഷ്ടികളൊക്കെ ഉണ്ട്. ഭൂമിയിൽ മനുഷ്യരുണ്ട്, വീണ്ടെടുക്കപ്പെടാത്ത മനുഷ്യരുണ്ട്, ജീവജാലങ്ങളുണ്ട്, ശ്വാസമുള്ള സകല സൃഷ്ടികളിലും. ഭൂമിക്ക് കീഴിലും മരണപ്പെട്ടവർ ഉള്ള ലോക അദൃശ്യ ലോക രൂപങ്ങളുണ്ട്. 4 സമുദ്രത്തില് കടലിലെ ജീവജാലങ്ങൾ മുഴുവനും സകല സൃഷ്ടിയും ആരും ഒഴിവാകുന്നില്ല. എല്ലാം ചേർന്ന് ദൈവത്തെ, യേശുവിനെയും പിതാവിനെയും സ്തുതിക്കുന്നു. സ്തുതിക്കേണ്ടുന്ന സമയം വരികയാണ്. അവയിലുള്ളതൊക്കെയും ഏറ്റവും മനോഹരമായ ഒരു വാചകമാണ്. വലിയ മാലാഖയെന്നോ ചെറിയ മാലാഖയെന്നോ ചെറിയ കീടമെന്നോ പുഴുവെന്നോ മനുഷ്യനെന്നോ രാജാവെന്നോ കടലെന്നോ ചെറിയ മത്സ്യമെന്നോ വലിയ മത്സ്യമെന്നോ ദൈവത്തോട് ദേഷിച്ചവരെന്നോ മനുഷ്യരെന്നോ പിതാക്കന്മാരെന്നോ പുത്രന്മാരെന്നോ അടിമകളെന്നോ യജമാനനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ എന്നോ ഒന്നും പ്രത്യേകിച്ച് ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരും ഒരേ ശബ്ദത്തിൽ അവിടെ പിതാവിനെയും പുത്രനെയും സ്തുതിക്കുകയാണ്. സിംഹാസനത്തിൽ ഇരിക്കുന്നവനും, ഇവിടെ പറയുന്നത് ദൈവപിതാവിന് മഹത്വം, അധികാരം, നിത്യത്വം, അവനാണ്. എല്ലാവരും ആദ്യം അവരുടെ വാഴ്ത്തൽ നൽകുന്നത്, ദൈവത്തിന് വാഴ്ത്തൽ നൽകുന്നു. അതാണ് പിതാവിനോടൊപ്പം പുത്രനും ഒരേ ആരാധന ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ വെളിപ്പെടുന്നത്. യേശുവിന്റെ ദൈവത്വം, കുഞ്ഞാടിന്റെ മഹത്വം, ക്രൂശിലെ ജയം, സ്വർഗത്തിലെ ഭൂമിയിൽ അവന്റെ അധികാരം. സ്വർഗം ഒരു കാര്യം വ്യക്തമാക്കുന്നു: ദൈവപിതാവിന് യേശു ക്രിസ്തുവിന് ഒരേ ആരാധന, ഒരേ ബഹുമതി, ഒരേ ദിവ്യത്വം വെളിപ്പെടുത്തുകയാണ്. ഇപ്പോഴും ഇത് മനസ്സിലാകാത്ത ആൾക്കാർ ഇന്നും ഭൂമിയിൽ വസിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഒരു പരമാർത്ഥമാണ്. അവർ പറയുന്നത് എന്താണ്? ഇവിടെ ശക്തമായിട്ടുള്ള 5 വാക്കുകൾ വരുന്നുണ്ട്: സ്തോത്രം, ബഹുമാനം, മഹത്വം, ബലം, എന്നേക്കും. ഇവയെല്ലാം മുഴുവൻ സൃഷ്ടികളെ ചേർന്ന് യേശുവിനും പിതാവിനും നൽകുന്നു. ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് യേശുവിന്റെ എല്ലാ ലോകങ്ങളെയും സ്വാധീനിക്കുകയും അവർ അംഗീകരിക്കുകയും എല്ലാ സൃഷ്ടികൾ അംഗീകരിക്കുകയും സ്വർഗത്തിന്റെ ആരാധന എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ ഒരു ശുശ്രൂഷയല്ല, ഭൂമിയിലെ ഓരോ ജീവനും ഉൾപ്പെടുന്ന ഒരു നിത്യശബ്ദമാണെന്നാണ്. ഈ 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. 5:14 നമ്മൾ ആമേന്റെ അർത്ഥം നമ്മൾ മുമ്പേ കണ്ടു. യേശുവിന്റെ പേരെഴുതി ഒപ്പുകൊടുക്കുന്ന ഈ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത് യേശുവിന്റെ പേരാണത്. 1, 2 അങ്ങനെ തന്നെ യേശുവിന്റെ ഒപ്പാണത്. സത്യം, ഞാൻ തന്നെ സത്യം എന്ന് പറയുമ്പോൾ യേശു തന്നെയാണത്. അപ്പൊ ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ യേശുവേ എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പന്മാർ വീണ് നമസ്കരിക്കുകയാണ്. 4 ജീവികൾ എന്ന് പറയുമ്പോൾ സിംഹം, കാള, മനുഷ്യൻ, കഴുകൻ. ഈ 4 ജീവികളും മുഖ്യ ലീഡർമാര് അവര് വീണ് നമസ്കരിച്ചു. ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കരിച്ചു. ആമേൻ. 14 അവസാനിക്കുമ്പോൾ പിതാവിനും പുത്രനുമുള്ള ഒരേ ആരാധന. ജയം ക്രൂശിൽ നിന്നാണ്. യേശുവിന്റെ രക്തം കൊണ്ടുള്ള വീണ്ടെടുപ്പ് ഇത്രയും വലിയൊരു ആരാധനയ്ക്ക് കാരണമായി തീർന്നു. ലോക ചരിത്രത്തിന്റെ നിയന്ത്രണം യേശുവിന്റെ കൈകളിലാണ്. ആ പുസ്തകം വാങ്ങിയപ്പോൾ യേശു നിത്യരാജാവായി തന്റെ അധികാരം തെളിയിക്കുന്നു. ആരാധനയാണ് സ്വർഗത്തിന്റെ ശ്വാസം. ദൂതന്മാരും ജീവികളും മൂപ്പന്മാരും സകല സൃഷ്ടികളും ദൈവത്തെ സ്തുതിക്കുന്നു. അവസാനത്തെ ശബ്ദം ആമേൻ. ഞാൻ തന്നെ ആദ്യനും അന്ത്യനും, ആൽഫയും ഒമേഗയും എന്നുള്ളതുപോലെ ആമേനാണ് അവസാനത്തെ ശബ്ദമായിട്ട് അവിടെ വരുന്നത്. ആമേൻ. സ്തോത്രം. ആ ഒരു കർത്താവിനെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവമക്കളെ, ഇന്നും നിങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ, ക്രിസ്തുവിനോടുള്ള ഈ വാക്കുകൾ വചനങ്ങളെ എടുത്തുകൊണ്ട് അതിനെ ചരിത്രവും പശ്ചാത്തലവും ഒക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ, ലോകപ്രകാരമുള്ള രീതിയിലാണ് നിങ്ങൾ ഇതിനെ സമീപിക്കുന്നതെങ്കിൽ ക്രിസ്തുവിനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. എന്നാൽ നിങ്ങൾ ഹൃദയ പരമാർത്ഥതയോടുകൂടി, ഹൃദയത്തോടുകൂടി, ദൈവമേ നീയാണ് സത്യദൈവമെങ്കിൽ എൻ്റെ അടുക്കലേക്ക് നീ ഇറങ്ങി വരണമേ, ഞാൻ നിന്നെ അറിയുവാൻ താല്പര്യപ്പെടുന്നു എന്നുള്ള മനസ്സോടുകൂടി, ദൈവത്തെ അറിയാനുള്ള, അന്വേഷിക്കാനുള്ള വ്യഗ്രതയോടുകൂടി നിങ്ങൾ വേദപുസ്തകത്തെ എടുത്ത് നിങ്ങൾ പഠിക്കുവാൻ ശ്രമിച്ച ദൈവം നിങ്ങൾക്ക് സത്യം വെളിപ്പെടുത്തി തരും. എന്നാൽ വിമർശന ബുദ്ധിയോടുകൂടി നിങ്ങൾ എന്തൊക്കെയോ തെളിയിക്കാനുള്ള ആ ഒരു രീതിയിലാണ് നിങ്ങൾ വേദപുസ്തകത്തെ സമീപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകില്ല, ഒരു കാര്യവും മനസ്സിലാകില്ല. നിങ്ങൾക്ക് കുറച്ചുകൂടെ
നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കയറുകയുള്ളൂ. കാരണം പരിശുദ്ധാത്മാവില്ലാതെ നമുക്കിതൊന്നും വിവേചിച്ച് കിട്ടില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് ഈ വചനങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരണമെങ്കിൽ നമ്മളിൽ ഒരു വിധേയത്വം വരണം. ദൈവമേ, ഞാൻ നിന്നെ അറിയുവാൻ താല്പര്യപ്പെടുന്നു. ഇവിടെ ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്, ക്രിസ്തുവാണ് ഏക രക്ഷകൻ എന്ന് പറയുന്നുണ്ട്, വേറൊരു ദൈവവും ഇല്ല എന്ന് പറയുന്നു, ഏക സത്യ ദൈവം യേശുക്രിസ്തുവാണ്, പിതാവാം ദൈവമാണെന്ന് പറയുന്നു. ഇത് ശരിയാണോ എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു കൃപ എനിക്ക് തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. തീർച്ചയായിട്ടും ദൈവം നിങ്ങളോട് ഇടപെടും. സ്തോത്രം. സർവേശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം എല്ലാ വ്യക്തികളെയും കാത്തു സൂക്ഷിക്കട്ടെ. എടുക്കപ്പെടാനുള്ളവരാണ്, ക്രിസ്തുവിന് വേണ്ടിയിട്ട് ജീവിക്കാനുള്ളവരാണ്, വീണ്ടും ഈ ഭൂമിയിൽ വന്ന് വർഷങ്ങളോളം അവസാനമില്ലാത്ത കാലത്തോളം നമുക്ക് യേശുവിനോടൊപ്പം ഇരിക്കാനുള്ളവരാണ്. അങ്ങനെയുള്ളവർ അതിൽ നിന്നും തെറ്റി ഒഴിഞ്ഞു പോകാതെ ദൈവത്തിലേക്ക് മടങ്ങി വരണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥനയുള്ളത്. ആ ഒരു പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാകട്ടെ. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ബന്ധുക്കളിൽ, സ്വന്തക്കാരിലും, ബന്ധുമിത്രാദികളിൽ, എന്നെ പരിചയമുള്ളവരിൽ, എന്നെ നിന്ദിച്ചവരിൽ, പഴിച്ചവരിൽ, എന്നെ മാറ്റി നിർത്തിയവരിൽ, ഒറ്റപ്പെടുത്തിയവരിൽ, എന്നെ ചേർത്ത് കൊണ്ടവരിൽ എല്ലാവരിലും ക്രിസ്തുവിൻ്റെ സ്നേഹം ഇറങ്ങട്ടെ. എനിക്കിത് തന്നെയാണ് പറയാനുള്ളത്. ദൈവമക്കളെ, എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. അനേകരിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സർവേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.